ഇന്ത്യൻ സംഗീത ലോകത്ത് ഒരിക്കലും മായാത്തൊരു ശബ്ദം, ഒരു തലമുറയുടെ പ്രണയവും വേദനയും പ്രതീക്ഷയും ഒരുമിച്ച് പാടിയ ഒരു ഗായകൻ അർജിത് സിംഗ്. ഇന്ന് ആ ശബ്ദത്തെക്കുറിച്ച് കേൾക്കുന്ന വാർത്ത ആരാധകരെ ഒറ്റ നിമിഷം നിശബ്ദമാക്കുന്നതാണ്. അർജിത് സിംഗ് പ്ലേബാക്ക് സിംഗിങ്ങിൽ നിന്ന് പിന്മാറുന്നു. തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ അർജിത് തന്നെയാണ് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. 1987 പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ ജനിച്ച അർജിത് സിംഗിന്റെ ജീവിതം ചെറുപ്പം മുതലേ സംഗീതം ചുറ്റിപ്പറ്റിയായിരുന്നു. ക്ലാസിക്കൽ സംഗീതം പഠിച്ചു വളർന്ന അദ്ദേഹം പാട്ടിനെ ഒരു മത്സരമോ തൊഴിലോ ആയി കണ്ടിരുന്നില്ല, മറിച്ച് ജീവിതത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കണ്ടിരുന്നത്. 2005 ഫെയിം ഗുരുകുൽ എന്ന റിയാലിറ്റി ഷോയിലൂടെ അദ്ദേഹം ആദ്യമായി ടെലിവിഷൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തുമ്പോൾ വലിയ വിജയം കൈവരിച്ചില്ല എങ്കിലും ആ വേദി അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളുടെ തുടക്കമായി. പരാജയങ്ങൾ ഉണ്ടായിട്ടും ശ്രദ്ധ ലഭിക്കാത്ത വർഷങ്ങൾ കഴിഞ്ഞിട്ടും സംഗീതത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാത്ത ആ മനസ്സാണ് പിന്നീട് ഇന്ത്യൻ സിനിമാ സംഗീതത്തിലെ ശ്രദ്ധേയമായ ശബ്ദമായി മാറാൻ സഹായിച്ചത്. വർഷങ്ങൾക്കിപ്പുറം 2011 നിർമുഹബത്ത് എന്ന ഗാനം പുറത്തു വന്നപ്പോൾ സംഗീത ലോകം പതുക്കെ അർജിത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നാൽ 2013 ആഷിക്കി 2 തും ഹി ഹോ പുറത്തിറങ്ങിയതോടെ എല്ലാം ഒരുമിച്ച് മാറി. ആ ഒരൊറ്റ ഗാനം കൊണ്ട് അർജിത് സിംഗ് ഒരു ഗായകൻ മാത്രമല്ല, പ്രണയത്തിന്റെ ശബ്ദമായി മാറി. റേഡിയോകളിലും കോളേജ് ക്യാമ്പസുകളിലും വിവാഹവേദികളിലും ഹൃദയം തകർന്ന രാത്രികളിലും എല്ലായിടത്തും ഒരേ ശബ്ദം. പിന്നീട് വന്ന ചന്ന മേരിയ, അഗർ തും സാത്ത് ഹോ, റാബത്ത, കേസരിയ തുടങ്ങിയ ഗാനങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഓർമ്മയുമായി ചേർന്നു പോകുന്നതായിരുന്നു. അർജിത് സിംഗിന്റെ പ്രത്യേകത വലിയ അലങ്കാരങ്ങളില്ലാതെ അതിരൂക്ഷതകളില്ലാതെ നേരെ ഹൃദയത്തിലേക്ക് എത്തുന്ന ആ സത്യസന്ധമായ ശബ്ദമാണ്. സ്റ്റേജിൽ നിൽക്കുമ്പോഴും അഭിമുഖങ്ങളിൽ സംസാരിക്കുമ്പോഴും അദ്ദേഹം എപ്പോഴും സാധാരണക്കാരനായി തന്നെയാണ് തോന്നിയത്. ദേശീയ പുരസ്കാരങ്ങൾ, നിരവധി ഫിലിം ഫെയർ അവാർഡ്സ്, പത്മശ്രീ പുരസ്കാരം, സ്പോട്ടിഫൈ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന ഇന്ത്യൻ കലാകാരൻ എന്ന നേട്ടം, ഇതെല്ലാം അദ്ദേഹത്തിന്റെ സംഗീത യാത്രയുടെ സാക്ഷ്യങ്ങളാണ്. എന്നാൽ ഇത്രയും ഉയരത്തിൽ നിൽക്കുമ്പോഴാണ് അർജിത് സിംഗ് ഒരു അപ്രതീക്ഷിത വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. പ്ലേബാക്ക് സിംഗിങ്ങിൽ നിന്ന് പിന്മാറുന്നു എന്ന വാർത്ത ആരാധകരെ ഞെട്ടിച്ചു. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഇത് ഒരു പെട്ടെന്നുള്ള തീരുമാനമല്ല. സൃഷ്ടിപരമായ സ്വാതന്ത്ര്യം, സംഗീതത്തിൽ പുതിയ വഴികൾ തേടാനുള്ള ആഗ്രഹം, ക്ലാസിക്കൽ സംഗീതത്തിലേക്കും സ്വതന്ത്ര സംഗീത പരീക്ഷണങ്ങളിലേക്കും കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന ആഗ്രഹവും ഒക്കെ തന്നെയാകും ഈ തീരുമാനത്തിന് പിന്നിലെ കാരണം. സിനിമാ ഗാനങ്ങൾ പാടുന്നത് നിർത്തുമ്പോഴും സംഗീതം നിർത്തുന്നില്ല എന്നതാണ് അദ്ദേഹം നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ്. അർജിത് സിംഗിന്റെ ശബ്ദം സിനിമകളിൽ കേൾക്കാതെ പോകുമെങ്കിലും നമ്മുടെ പ്ലേലിസ്റ്റുകളിലും ഓർമ്മകളിലും ആ ശബ്ദം എന്നും ജീവിച്ചിരിക്കും. ഒരു തലമുറയുടെ പ്രണയങ്ങൾക്കും വിടവാങ്ങലുകൾക്കും പശ്ചാത്തല സംഗീതമായ ശബ്ദം അത്ര എളുപ്പത്തിൽ മായുന്നില്ല. ഇത് വിട പറയലല്ല, ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്.